PSC അറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസം 2023 സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇത് കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65-ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിൽ തന്നെ മറ്റു പല സബ്ജക്റ്റിൻ്റെയും പ്രസ്താവന ചോദ്യങ്ങളുടെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാണാൻ ശ്രമിക്കുക. മാക്സിമം വേഗത്തിൽ കറണ്ട് അഫയേഴ്സ് തീർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ വോട്ടർമാരുടെ ആ ഒരു എണ്ണം കൂടുതലും കുറവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് അല്ലെ, ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് ഒളവണ്ണ പഞ്ചായത്താണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള പഞ്ചായത്ത് ചോദിച്ചാൽ അത് ഇടമലക്കുടിയാണ്. അപ്പോൾ നോക്കുക, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് ഒളവണ്ണ പഞ്ചായത്തും ഏറ്റവും കുറവ് വോട്ടർമാരുള്ള പഞ്ചായത്ത് ഇടമലക്കുടിയുമാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നഗരസഭയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആലപ്പുഴയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നഗരസഭ ആലപ്പുഴയാണ്. ഇനി ഏറ്റവും കുറവ് വോട്ടർമാരുള്ള നഗരസഭ ചോദിച്ചാൽ അത് കൂത്താട്ടുകുളമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്താണെങ്കിൽ ഒളവണ്ണയും, ഏറ്റവും കുറവ് വോട്ടർമാരുള്ള പഞ്ചായത്ത് ചോദിച്ചാൽ ഇടമലക്കുടിയും. അതേപോലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നഗരസഭയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആലപ്പുഴയാണ്. അതേപോലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള നഗരസഭ ചോദിച്ചാൽ അത് കൂത്താട്ടുകുളമാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കോർപ്പറേഷനാണ് ചോദിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് വോട്ടർമാർ കൂടുതലുള്ള കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. വോട്ടർമാർ കുറവുള്ള കോർപ്പറേഷൻ, ഏറ്റവും കുറവുള്ള കോർപ്പറേഷൻ ചോദിച്ചാൽ അത് കണ്ണൂർ കോർപ്പറേഷനാണ്. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ാണ് വോട്ടർമാർ കുറവുള്ളത്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. ഇനിയുള്ള ദിവസങ്ങൾ അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക, ഇലക്ഷൻ കേട്ടാ. അപ്പോൾ അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അടുത്തൊരു പോയിന്റ് നോക്കാം. വനിതാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി 5.0യുടെ വേദി എവിടെയാണെന്ന്. അത് കൊച്ചിയാണ്. ഈ വനിതകളുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. ഇത് വനിതാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി 5.0യുടെ വേദി കൊച്ചിയായിരുന്നു. പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി നെയ്റോബിയാണ്. 2023 സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ജപ്പാന്റെ ചാന്ദ്രദൗത്യമാണ് മൂൺ സ്നൈപ്പർ എന്നറിയപ്പെടുന്നത്. 2023 സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ജപ്പാന്റെ ചാന്ദ്രദൗത്യമാണ് മൂൺ സ്നൈപ്പർ എന്നറിയപ്പെടുന്നത്. 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത യശോഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്റർ എവിടെയാണ്? ന്യൂഡൽഹിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് പഠിക്കാനിരിക്കുകയല്ല, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് ഇൻഫർമേഷനാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. അപ്പോൾ പഠനം എന്നൊരു ഭാരം വരുന്നില്ല. കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ അറിയാൻ എന്നുള്ള രീതിയിൽ മാത്രം ഇത് കാണുക. അടുത്തത്, മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത് മേധാ പട്കർ ആണ്. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി മുംബൈ മലയാളി അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത് മേധാ പട്കർ ആണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. 2023 ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരനാണ് രാഹുൽ മിശ്ര. 2023 ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരനാണ് രാഹുൽ മിശ്ര. അടുത്തത്, G20 അംഗമാകുന്ന രണ്ടാമത്തെ കൂട്ടായ്മയാണ് ആഫ്രിക്കൻ യൂണിയൻ. അപ്പോൾ ആദ്യത്തെ കൂട്ടായ്മ ഏതാണ്? അത് യൂറോപ്യൻ യൂണിയനാണ്. G20 അംഗമാകുന്ന ആദ്യ രാജ്യ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. രണ്ടാമത്തെ രാജ്യ കൂട്ടായ്മയാണ് ആഫ്രിക്കൻ യൂണിയൻ. 55 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ യൂണിയന്റെ നിലവിലെ പ്രസിഡന്റ് അസലി അസോമിനിയാണ്. ഈ നിലവിലെ പ്രസിഡന്റുമാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷ എടുക്കുന്നതിന് 2-3 ദിവസം മുൻപ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇവരൊക്കെ എപ്പം വേണേലും മാറാവുന്നതാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത ഒരു പോയിന്റ് നോക്കുക. ആഫ്രിക്കൻ യൂണിയന്റെ സ്ഥിരാംഗത്വ വിഷയം ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നേതാവ് നരേന്ദ്രമോദിയാണ്. ആഫ്രിക്കൻ യൂണിയന്റെ സ്ഥിരാംഗത്വ വിഷയം ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നേതാവ് നരേന്ദ്രമോദി. അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രമാണ് ശാന്തിനികേതൻ. അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രമാണ് ശാന്തിനികേതൻ. പ്രശസ്ത എഴുത്തുകാരി എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. JNU ചാൻസലറായി നിയമിതനാകുന്ന മുൻ വിദേശകാര്യ സെക്രട്ടറിയാണ് കൻവൽ സിബൽ. JNU ചാൻസലറായി നിയമിതനാകുന്ന മുൻ വിദേശകാര്യ സെക്രട്ടറിയാണ് കൻവൽ സിബൽ. അടുത്ത പോയിന്റ് നോക്കാം. 2023 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹോയ്സാല ക്ഷേത്രങ്ങൾ
സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇതൊക്കെ ഈ യുനെസ്കോ അതേപോലെ റാംസർ പട്ടിക ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നോക്കി വെക്കണം. അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് പരീക്ഷയിൽ. അപ്പോൾ 2023 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹോയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ചിത്രമാണ് ദ സ്റ്റോറി ടെല്ലർ. ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ചിത്രമാണ് ദ സ്റ്റോറി ടെല്ലർ. കേരളത്തിന് അനുവദിച്ച രണ്ടാമത്തെ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. കേരളത്തിന് അനുവദിച്ച രണ്ടാമത്തെ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച US ഗായകനാണ് ജിമ്മി ബഫറ്റ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച US ഗായകനാണ് ജിമ്മി ബഫറ്റ്. 2023 അന്തരിച്ച അമേരിക്കൻ നയതന്ത്രജ്ഞനാണ് ബിൽ റിച്ചാർഡ്സൺ. 2023 അന്തരിച്ച അമേരിക്കൻ നയതന്ത്രജ്ഞനാണ് ബിൽ റിച്ചാർഡ്സൺ. 2023 സെപ്റ്റംബറിൽ തൈവാനിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഹായ് കുയി. 2023 സെപ്റ്റംബറിൽ തൈവാനിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഹായ് കുയി. US ആസ്ഥാനമായുള്ള ഗ്ലോബൽ ഫിനാൻസ് മാഗസിനിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസ് ആണ്. US ആസ്ഥാനമായുള്ള ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസ് ആണ്. അടുത്തൊരെണ്ണം പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് വനിതാ സംവരണ ബില്ലാണ്. വനിതാ സംവരണ ബിൽ. ഇത് ഇനി വരാൻ പോകുന്ന PSC പരീക്ഷയിൽ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പായിട്ടും ചോദിക്കും. പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് വനിതാ സംവരണ ബില്ല്. ഈ ബില്ല് നാരി ശക്തി വന്ദൻ അധിനിയമം എന്ന പേരിലുള്ള ബില്ലാണ്. അതിൻ്റെ പേര് നോക്കുക, നാരി ശക്തി വന്ദൻ അധിനിയമം എന്ന പേരിലുള്ള ബിൽ അവതരിപ്പിച്ചത് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് അവതരിപ്പിച്ചതെന്നുള്ളത്? അത് നിയമമന്ത്രിയാണ്. നമ്മുടെ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ്. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും 33% സീറ്റാണ് വനിതകൾക്കായി സംവരണം ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, ഒരു സോള്. അപ്പോൾ ഒന്നുകൂടി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടെ കേൾക്കുക. പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഏതാണ്? അത് വനിതാ സംവരണ ബില്ലാണ്, അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയമം എന്നാണ് ആ ബില്ലിന്റെ പേര്, അല്ലെ? നാരി ശക്തി വന്ദൻ അധിനിയമം. ഈ എന്ന പേരുള്ള ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. അപ്പോൾ ആരാണ് അവതരിപ്പിച്ചത്? അർജുൻ റാം മേഘ്വാൾ. ഇനി എന്താണ് ആ ബില്ലിൽ പറയുന്നത്? ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും 33% സീറ്റാണ് വനിതകൾക്കായി സംവരണം ചെയ്യുന്നതെന്നാണ് ആ ബില്ല് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഒരു പോയിന്റ് നോക്കുക. 2023 സെപ്റ്റംബറിൽ ഡേവിസ് കപ്പ് ടെന്നീസിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരമാണ് രോഹൻ ബൊപ്പണ്ണ. 2023 സെപ്റ്റംബറിൽ ഡേവിസ് കപ്പ് ടെന്നീസിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരമാണ് രോഹൻ ബൊപ്പണ്ണ. നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലും വാട്സാപ്പിലും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പാരാ കമാൻഡോ ആകുന്ന ആദ്യത്തെ വനിതാ ആർമി സർജനാണ് മേജർ ഡോക്ടർ പായൽ ഛബ്ര. അപ്പോൾ എന്താണ് അവരുടെ പേര്? പാരാ കമാൻഡോ ആകുന്ന ആദ്യത്തെ വനിതാ ആർമി സർജനാണ് മേജർ ഡോക്ടർ പായൽ ഛബ്ര. മേജർ ഡോക്ടർ പായൽ ഛബ്ര. 2023 ICC ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ദിൽ ചഷ്ന ബോലെ എന്നുള്ളതായിരുന്നു. 2023 ICC ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ദിൽ ജഷ്ന ബോലെ. കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിൽ ചെയർമാനുമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള ചലച്ചിത്ര നടനാണ് സുരേഷ് ഗോപി. കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിൽ ചെയർമാനുമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള ചലച്ചിത്ര നടൻ ആണ് സുരേഷ് ഗോപി. 2023 അന്തരിച്ച ഭരതനാട്യ കലാകാരിയാണ് സരോജ വൈദ്യനാഥൻ. 2023 അന്തരിച്ച ഭരതനാട്യ കലാകാരിയാണ് സരോജ വൈദ്യനാഥൻ. അടുത്ത ഒരു പോയിന്റ് നോക്കാം. 4ാമത് നദി ഉത്സവത്തിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. 4ാമത് നദി ഉത്സവത്തിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. ട്രെയിൻ അപകടങ്ങളിൽ മരണപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന പുതുക്കിയ നഷ്ടപരിഹാര തുക 5 ലക്ഷം രൂപയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മളൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്താൽ മതി, ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ട്രെയിൻ അപകടങ്ങളിൽ മരണപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന പുതുക്കിയ നഷ്ടപരിഹാര തുകയാണ് 5 ലക്ഷം രൂപ. ഒഡീഷ നിയമസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആരാണ്? അത് പ്രമീള മല്ലിക് ആണ്. ഒഡീഷ നിയമസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ് പ്രമീള മല്ലിക്.
2023 ബുക്കർ പ്രൈസിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ചത് ചേതന മാരു ആണ്. 2023 ബുക്കർ പ്രൈസിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ച വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ചത് ചേതന മാരു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് ഗോവയാണ്. 19ാം ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹർമൻപ്രീത് സിംഗ് ആണ്. അതേപോലെ ഹർമൻപ്രീത് സിംഗും ലോവ്ലിന ബോർഗോഹെനും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതിൽ നിന്ന് ഏഷ്യൻ ഗെയിംസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ മാസം നടന്നൊരു ഡ്രൈവറുടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏഷ്യൻ ഗെയിംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തവണ പരീക്ഷ എഴുതാൻ പോകുന്നവർ ഏഷ്യൻ ഗെയിംസ് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പോവുക. അപ്പോൾ 19ാം ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹർമൻപ്രീത് സിംഗ്, ലോവ്ലിന ബോർഗോഹെൻ എന്നിവരാണ്. ടെന്നീസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങളെന്ന മാർഗരറ്റ് ജീൻ കോർട്ടിന്റെ റെക്കോർഡിനൊപ്പം എത്തിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. ടെന്നീസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങളെന്ന മാർഗരറ്റ് ജീൻ കോർട്ടിന്റെ റെക്കോർഡിനൊപ്പം എത്തിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. US ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ്? US ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ്? USA. ഫൈനലിൽ ബെലാറസ് താരം അരീന സെബലങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. കൊക്കോ ഗഫ് പരാജയപ്പെടുത്തിയത്. വീനസ് വില്യംസിന് ശേഷം ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് കൊക്കോ ഗഫ് എന്ന് പറയുന്നത്. അപ്പോൾ വീനസ് വില്യംസിന് ശേഷം ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ്? കൊക്കോ ഗഫ്. അടുത്തൊരു പോയിന്റ്, കേരളത്തിൽ ആദ്യമായി നടക്കുന്ന അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിന്റെ വേദി കൊച്ചിയാണ്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിന്റെ വേദി കൊച്ചി. കരിയറിലെ 4ാം US ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. റഷ്യയുടെ മെദ്വദേവിനെയാണ് തോൽപ്പിച്ചത്. കരിയറിലെ 4ാം US ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് റഷ്യയുടെ മെദ്വദേവിനെയാണ് തോൽപ്പിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ എത്രാമത് വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 130ാം വാർഷികം. സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ 130ാം വാർഷികമാണ് ആഘോഷിച്ചത്. അടുത്തൊരു പോയിന്റ് നോക്കാം. അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ C-295 യാത്രാ വിമാനം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? സ്പെയിനിലാണ്. യൂറോപ്യൻ വിമാന നിർമ്മാതാക്കളായ എയർബസ് ആണ് C-295 എന്നുള്ള വിമാനം നിർമ്മിച്ചത്. അപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ C-295 യാത്രാ വിമാനം നിർമ്മിച്ചത് സ്പെയിനാണ്. യൂറോപ്യൻ വിമാന നിർമ്മാതാക്കളായ എയർബസ് ആണ് C-295 നിർമ്മിച്ചത്. ഏറ്റവും അധികം ഡ്യൂറാൻ കപ്പ് കിരീടങ്ങൾ നേടിയ ക്ലബ്ബ് മോഹൻ ബഗാൻ ആണ്. ഏറ്റവും അധികം ഡ്യൂറാൻ കപ്പ് കിരീടങ്ങൾ നേടിയ ക്ലബ്ബ് ഏതാണ്? മോഹൻ ബഗാൻ. അടുത്ത ഒരു പോയിന്റ്, സംസ്ഥാനത്തുടനീളമുള്ള മയക്കുമരുന്ന് ഉപഭോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള മയക്കുമരുന്ന് ഉപഭോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവിവർമ്മ ആർട്ട് ഗാലറി എവിടെയാണ്? തിരുവനന്തപുരത്ത്. അപ്പോൾ 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവിവർമ്മ ആർട്ട് ഗാലറി തിരുവനന്തപുരത്താണ്. മധ്യപ്രദേശിലെ 7ാമത്തെ ടൈഗർ റിസർവ് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് ആണ്. ഇത് നോട്ട് ചെയ്യണം, ചിലപ്പോൾ ചോദിക്കാം. മധ്യപ്രദേശിലെ 7ാമത്തെ ടൈഗർ റിസർവ് ആണ് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. 2023 ഗ്ലോബൽ എനർജി പാർലമെന്റ് ഗവർണേഴ്സ് എക്സലൻസ് അവാർഡ് നേടിയത് എസ് സോമനാഥ് ആണ്. എന്താണ് അവാർഡ്? 2023 ഗ്ലോബൽ എനർജി പാർലമെന്റ് ഗവർണേഴ്സ് എക്സലൻസ് അവാർഡ് നേടിയത് എസ് സോമനാഥ് ആണ്. 2023 ജപ്പാനീസ് ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് മാക്സ് വെർസ്റ്റപ്പൻ ആണ്. 2023 ജപ്പാനീസ് ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് മാക്സ് വെർസ്റ്റപ്പൻ ആണ്. ഏകദിന ക്രിക്കറ്റിൽ 3000 സിക്സറുകൾ നേടിയ ആദ്യ ടീം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഏകദിന ക്രിക്കറ്റിൽ 3000 സിക്സറുകൾ നേടിയ ആദ്യ ടീം ഇന്ത്യയാണ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിരിതാശ്വരിയാണ്. അത് പശ്ചിമ ബംഗാളിൽ ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിരിതാശ്വരി, പശ്ചിമ ബംഗാൾ. ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം സെപ്റ്റംബർ 26 ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം സെപ്റ്റംബർ 26. സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യഭാഷയിൽ വാദങ്ങൾ നടത്തിയ അഭിഭാഷക സാറാ സണ്ണിയാണ്. സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യഭാഷയിൽ വാദങ്ങൾ നടത്തിയ അഭിഭാഷക സാറാ സണ്ണി. അടുത്ത പോയിന്റ് നോക്കാം.
2022 ഏഷ്യൻ ഗെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് അല്ലേ. 2022 ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. 2022 ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. 2022 ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ അറിയപ്പെടുന്ന പേര് ഷാൻ ഷുയി എന്നാണ്. 2022 ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ അറിയപ്പെടുന്ന പേര് ഷാൻ ഷുയി. വയോസേവന പുരസ്കാരം 2023 ലഭിച്ചത് മധുവിനും ചെറുവയൽ കെ രാമനുമാണ്. ആർക്കൊക്കെയാണ് വയോസേവന പുരസ്കാരം 2023 ലഭിച്ചത്? മധുവിനും ചെറുവയൽ കെ രാമനും. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പലാണ് ഷെൻഹുവ 15 എന്ന് പറയുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ ഷെൻഹുവ 15. 53ാമത് ദാദാസാഹിബ് പുരസ്കാരം നേടിയത് വഹീദ റഹ്മാനാണ്. വഹീദ റഹ്മാൻ. 2021 പുരസ്കാരമാണ് ലഭിച്ചത്. തമിഴ്നാട് ചെങ്കൽപ്പേട്ട് സ്വദേശിയാണ് വഹീദ റഹ്മാൻ. 53ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് വഹീദ റഹ്മാൻ. 2021 പുരസ്കാരമാണ് ലഭിച്ചത്. തമിഴ്നാട് ചെങ്കൽപ്പേട്ട് സ്വദേശിയാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യ മൃഗമായി അംഗീകരിച്ച മൃഗം മിഥുനാണ്. മിഥുൻ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യമൃഗമായി അംഗീകരിച്ച മൃഗം മിഥുനാണ്. പോക്സോ കേസുകളിൽ പ്രഥമദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് അടുത്തിടെ ഉത്തരവിറക്കിയ കോടതിയാണ് കേരള ഹൈക്കോടതി. പോക്സോ കേസുകളിൽ പ്രഥമദൃഷ്ട്യാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് അടുത്തിടെ ഉത്തരവിറക്കിയ കോടതിയാണ് കേരള ഹൈക്കോടതി. ഇന്ത്യ USA സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ് അഭ്യാസ് 2023 വേദി അലാസ്കയാണ്. ഇന്ത്യ USA സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ് അഭ്യാസ് 2023 വേദി അലാസ്ക. 2024 ആർമിയുടെ പരേഡിന് വേദിയാകുന്നത് ലക്നൗ ആണ്. 2024 ആർമിയുടെ പരേഡിന് വേദിയാകുന്നത് ലക്നൗ. 2023 അന്തരിച്ച പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. 2023 അന്തരിച്ച പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. 13ാമത് ഇൻഡോ പസഫിക് ആർമീസ് ചീഫ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 13ാമത് ഇൻഡോ പസഫിക് ആർമീസ് ചീഫ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ കോവിഡ് പോരാട്ടത്തെ പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ദ വാക്സിൻ വാർ. ഇന്ത്യയുടെ കോവിഡ് പോരാട്ടത്തെ പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമ ദ വാക്സിൻ വാർ. 2024 ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി 2018 ആയിരുന്നു. 2024 ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി 2018. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം നേപ്പാളാണ്, 314. ഈയൊരു റെക്കോർഡ് ഇപ്പോൾ തകർത്തിട്ടുണ്ട്. ഇത് സെപ്റ്റംബറിലെ ഇൻഫർമേഷനാണ്, അതുകൊണ്ട് അത് നോക്കണ്ട. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സെഞ്ചുറി നേടിയത് കുശാൽ മല്ല. ഇത് നമുക്ക് ഇതിപ്പോൾ 2023 സെപ്റ്റംബറിലെ വിവരങ്ങളാണ്. 2020 ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്പോർട്സ് ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. ലോക റേബീസ് ദിനം സെപ്റ്റംബർ 28 ലോക റേബീസ് ദിനം സെപ്റ്റംബർ 28. അടുത്തൊരു പോയിന്റ് നോക്കാം. 2023 സെപ്റ്റീമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. 2023 സെപ്റ്റീമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ്. ഇവിടെ ഈ സെപ്റ്റീമിയസ് എന്നുള്ള ഒരു വാക്കിനെ ഈ ടൊവിനോയായിട്ട് ഒരു കീവേഡാക്കി സെറ്റ് ചെയ്താൽ മതി. അതായത് സെപ്റ്റീമിയസ് എന്ന് കാണുമ്പോൾ ഇത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാൻ സാധ്യതയുള്ളൂ. സെപ്റ്റീമിയസ് അവാർഡ് കിട്ടിയത് ഇദ്ദേഹത്തിനാണ്, ടൊവിനോ തോമസ്. ഇത് കീവേഡാക്കി സെറ്റ് ചെയ്താൽ മതി. അടുത്ത 2023 ലോക ടൂറിസം ദിനത്തിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിൽ ഗോൾഡ് അവാർഡ് നേടിയ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഗ്രാമമാണ് കാന്തള്ളൂർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 2023 ലോക ടൂറിസം ദിനത്തിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിൽ ഗോൾഡ് അവാർഡ് നേടിയ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഗ്രാമമാണ് കാന്തള്ളൂർ എന്ന് പറയുന്നത്. അടുത്തത് വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ തീയതി 2023 സെപ്റ്റംബർ 28 വനിതാ സംവരണ ബില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28. അടുത്തൊരു പോയിന്റ് നോക്കാം. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരമാണ് ലിയാൻഡർ പേസ്. ഒന്നുകൂടെ നോക്കുക. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരമാണ് ലിയാൻഡർ പേസ്. 3ാമത് ഇന്ത്യൻ ഗ്ലോബൽ മാരിടൈം ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. 3ാമത് ഇന്ത്യൻ ഗ്ലോബൽ മാരിടൈം ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. അടുത്തത് മഗ്സസെ അവാർഡാണ്. മഗ്സസെ അവാർഡ് നമുക്ക് നോക്കാം. 2023 മഗ്സസെ അവാർഡിന് അർഹമായ ബംഗ്ലാദേശ് സ്വദേശിയാണ് കോർവി രക്ഷന്ത്. 2023 മഗ്സസെ അവാർഡിന് അർഹനായ ബംഗ്ലാദേശ് സ്വദേശിയാണ് കോർവി രക്ഷന്ത്.
ജാഗോ ഫൗണ്ടേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സ്ഥാപകനായ മക്സസെ പുരസ്കാര ജേതാവാണ് കോർബി രക്ഷന്ത്. അപ്പോൾ എന്താണ് കോർബി രക്ഷന്തിൻ്റെ പ്രത്യേകത? ജാഗോ ഫൗണ്ടേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സ്ഥാപകനായ മക്സസെ പുരസ്കാര ജേതാവാണ് കോർബി രക്ഷന്ത്. 2023 മക്സസെ അവാർഡിന് അർഹനായ യൂജീനിയോ ലെമോസ് ഏത് രാജ്യക്കാരനാണ്? അത് ഈസ്റ്റ് തിമോറിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? യൂജീനിയോ ലെമോസ്. 2023 മക്സസെ അവാർഡിന് അർഹനായ യൂജീനിയോ ലെമോസ് ഈസ്റ്റ് ടിമോർ രാജ്യക്കാരനാണ്. പരിസ്ഥിതി പ്രവർത്തകൻ, സംഗീതജ്ഞൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ യൂജീനിയോ ലെമോസ് സ്ഥാപിച്ച സംഘടനയാണ് പെർമാറ്റിൽ. അപ്പോൾ എന്താണ്? പരിസ്ഥിതി പ്രവർത്തകൻ, സംഗീതജ്ഞൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ യൂജീനിയോ ലെമോസ് സ്ഥാപിച്ച സംഘടനയാണ് പെർമാറ്റിൽ. അടുത്ത പോയി നോക്കാം. 2023 മക്സസെ അവാർഡിന് അർഹയായ മിറിയം കൊറോണൽ റഫർ ഏത് രാജ്യക്കാരിയാണ്? അത് ഫിലിപ്പൈൻസ് സ്വദേശിയാണ്. 2023 മക്സസെ അവാർഡിന് അർഹയായ മിറിയം കൊറോണൽ ഫെറർ ഫിലിപ്പൈൻ സ്വദേശിയാണ്. ഫിലിപ്പൈൻസിലെ സൈനിക ഭരണത്തിനെതിരായി നടത്തുന്ന അക്രമരഹിത പ്രചാരണത്തിലൂടെ പ്രസിദ്ധയായ മക്സസെ പുരസ്കാര ജേതാവാണ് മിറിയം കൊറോണൽ ഫെറൽ എന്നറിയപ്പെടുന്നത്. ഫിലിപ്പൈൻസിലെ സൈനിക ഭരണത്തിനെതിരായി നടത്തുന്ന അക്രമരഹിത പ്രചാരണത്തിലൂടെ പ്രസിദ്ധയായ മക്സസെ പുരസ്കാര ജേതാവാണ് മിറിയം കൊറോണൽ ഫെറർ എന്നറിയപ്പെടുന്നത്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ നടത്താറുണ്ട്. ടെലഗ്രാം ചാനലിലെയും വാട്സപ്പിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്തൊരു പോയിന്റ് നിങ്ങൾ നോക്കുക. 2023 അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകനാണ് KG ജോർജ്. 2023 അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകനാണ് KG ജോർജ്. KG ജോർജിൻ്റെ ആദ്യ സിനിമയാണ് സ്വപ്നാടനം. 19 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏത് വർഷത്തെ JC ഡാനിയൽ അവാർഡ് പുരസ്കാരത്തിനാണ് KG ജോർജ് അർഹനായത്? 2015 അല്ലേ? അപ്പോൾ 2015 ഇദ്ദേഹത്തിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. KG ജോർജിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ, ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും. അപ്പോൾ KG ജോർജിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. എന്താണ് വിവരങ്ങൾ? 2023 അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകനാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ സ്വപ്നാടനം എന്നാണ്. 19 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 2015 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആത്മകഥയുടെ പേരാണ് ആത്മകഥ, ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും. അടുത്തൊരു പോയിന്റ് നോക്കാം. 2023 സ്വച്ഛ് വായു സർവേക്ഷൺ അല്ലെ? എന്താണ് സ്വച്ഛ് വായു സർവേക്ഷൺ ക്ലീൻ എയർ സർവേ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇൻഡോറാണ്. നോക്കുക, 2023 സ്വച്ഛ് വായു സർവേക്ഷൺ അഥവാ ക്ലീൻ എയർ സർവേ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇൻഡോറാണ്. നോർമൻ ബോർലോഗ് ഭക്ഷ്യ പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞനെയാണ് സ്വാതി നായക് എന്ന് പറയുന്നത്. സ്വാതി നായക്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷനാണ് $2.5 ലക്ഷം സമ്മാനത്തുകയുള്ള പുരസ്കാരം നൽകുന്നത്. അപ്പം നോർമൻ ബോർലോഗ് ഭക്ഷ്യ പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് സ്വാതി നായക്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷനാണ് $2.5 ലക്ഷം സമ്മാനത്തുകയുള്ള പുരസ്കാരം നൽകുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് സെപ്റ്റംബർ 19. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് സെപ്റ്റംബർ 19. ഭരണഘടന തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഓർമ്മയ്ക്കായി പഴയ പാർലമെന്റ് മന്ദിരത്തിന് നൽകിയ പേരാണ് സംവിധാൻ സദൻ. ഭരണഘടന തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഓർമ്മയ്ക്കായി പഴയ പാർലമെന്റ് മന്ദിരത്തിന് നൽകിയ പേരാണ് സംവിധാൻ സദൻ. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് 2047 വികസിത ഭാരതം എന്നതായിരുന്നു. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനത്തിന്റെ വിഷയം 2047 വികസിത ഭാരതം എന്നതായിരുന്നു. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയാണ് വനിതാ സംവരണ നിയമം? 106. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയാണ് വനിതാ സംവരണ നിയമം? 106ാമത്തെ ഭേദഗതി. എത്ര ദിവസമെടുത്താണ് ആദിത്യ L1 ഭ്രമണപഥത്തിലെത്തിയത്? 125 ദിവസമെടുത്തു. എത്ര ദിവസമെടുത്താണ് ആദിത്യ L1 ഭ്രമണപഥത്തിലെത്തുന്നത്? 125 ദിവസം. എത്ര ലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ L1ന്റെ ഭ്രമണപഥം? 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. എത്ര ലക്ഷം കിലോമീറ്റർ അകലെയാണ്? 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ L1ന്റെ ഭ്രമണപഥം. സസ്യജനിതക സംരക്ഷണത്തിനുള്ള ദേശീയ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ മണിതൂക്കി ആദിവാസി ഊരിലെ പരപ്പി അമ്മയെ ആ ബഹുമതിക്ക് അർഹയാക്കിയത് ഏത് സസ്യത്തിൻ്റെ സംരക്ഷണമാണ്? മക്കൾ വളർത്തി അഥവാ കൂന്താണി. സസ്യജനിതക സംരക്ഷണത്തിനുള്ള ദേശീയ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ
മണിത്തൂക്കി ആദിവാസി ഊരിലെ പരപ്പിയമ്മയെ ആ ബഹുമതിക്ക് അർഹയാക്കിയത് ഏത് സസ്യത്തിന്റെ സംരക്ഷണമാണ്? മക്കൾ വളർത്തി അഥവാ കൂന്താണി എന്ന സസ്യത്തിന്റെ സംരക്ഷണത്തിന്. ദീക്ഷാദാഗർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫാണ്. ദീക്ഷാദാഗർ ഗോൾഫ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നൈനി സൈനി എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്, പിത്തോർഗഡിലാണ് ഈ എയർപോർട്ട് അല്ലെ. നൈനി സൈനി എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡിൽ. PR ശ്രീജേഷിന്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കുന്നത്തുനാട്ടിലാണ്, എറണാകുളം ജില്ലയിലാണ് കുന്നത്തുനാട് അല്ലെ. PR ശ്രീജേഷിന്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കുന്നത്തുനാട്, എറണാകുളം ജില്ല. ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച ലൈഫ് പദ്ധതിയുടെ പൂർണ്ണ രൂപമാണ് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ഇതൊക്കെ ചോദിക്കും. ഇതും ഫോണൊക്കെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അത് ലൈഫൊക്കെ ചോദിക്കുന്നതാണ് എപ്പോഴും. ലൈഫ് മിഷൻ എന്താണ്? ലൈഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നാണ്. 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനയിലെ പ്രധാന സ്റ്റേഡിയമാണ് ബിഗ് ലോട്ടസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനയിലെ പ്രധാന സ്റ്റേഡിയം എന്ന് പറയുന്നത് ബിഗ് ലോട്ടസ് ആണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന് സംവിധാൻ സദൻ എന്ന പേര് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന് സംവിധാൻ സദൻ എന്ന പേര് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ഏറ്റവും ഒടുവിൽ പ്രസംഗിച്ച അംഗമാണ് തോൽ തിരുമാവളവൻ. അപ്പോൾ ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ഏറ്റവും ഒടുവിൽ പ്രസംഗിച്ച അംഗമാണ് തോൽ തിരുമാവളവൻ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച കാർട്ടൂണിസ്റ്റ് സുകുമാരന്റെ യഥാർത്ഥ പേരാണ് സുകുമാരൻ പോറ്റി. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച കാർട്ടൂണിസ്റ്റ് സുകുമാരന്റെ യഥാർത്ഥ പേര് സുകുമാരൻ പോറ്റി. കേരളത്തിന്റെ കാർട്ടൂൺ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് സുകുമാറാണ്. കേരളത്തിന്റെ കാർട്ടൂൺ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് സുകുമാർ. തിരുവനന്തപുരത്ത് നർമ്മകൈരളി എന്ന ഹാസ്യവേദി സ്ഥാപിച്ചത് സുകുമാറാണ്. ഗൂഗിൾ പുറത്തിറക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ്ബോട്ടാണ് ജെമിനി. കേരളത്തിൽ നിപ്പ വൈറസ് കണ്ടെത്തുന്നതിനായി ICMR അംഗീകരിച്ച പരിശോധനയാണ് ട്രൂനാറ്റ്. ഏത് വിദേശ രാജ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് സ്റ്റേഷനാണ് 2023 സെപ്റ്റംബർ 9 തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചത്? മാലദ്വീപ്. ഏത് വിദേശ രാജ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് സ്റ്റേഷനാണ് 2023 സെപ്റ്റംബർ 9 തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചത്? മാലദ്വീപ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഓഗസ്റ്റിലെ ഇത് പഠിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് 2023 നമുക്ക് തീർക്കണം. അപ്പോൾ ഇത്രയുമാണ്. ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്